ഹലോ, ദിസ് ഇസ് സുധ ഫ്രം മിസ് ഫസ്റ്റ് ലൈഫ്. ഞാൻ ഈ എപ്പിസോഡിൽ പറയാൻ പോകുന്നത് അമേരിക്കയിലെ ഒരു ക്ഷേത്രത്തിനെ കുറിച്ചാണ്. ഈ അടുത്ത കാലത്ത് ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞ് പബ്ലിക്കിന് ഓപ്പൺ ആയ ഒരു ക്ഷേത്രത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. വെറും ഒരു ക്ഷേത്രം എന്ന് പറയാൻ പറ്റത്തില്ല, ഇതൊരു മെഗാ ടെമ്പിൾ എന്ന് തന്നെ പറയണം. ആ ലെവലിൽ ഉണ്ടാക്കിയ ഒരു ക്ഷേത്രമാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പേര് ബാബ്സ് സ്വാമിനാരായൺ അക്ഷർധാം എന്നാണ്. ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന റോബിൻസ്വിൽ ടൗൺ, ന്യൂ ജേഴ്സി സ്റ്റേറ്റിലാണ്. ആക്ച്വലി ഈ ക്ഷേത്രം വന്ന് ഓപ്പൺ ചെയ്തത് ലാസ്റ്റ് ഇയർ ഒക്ടോബർ 2023 പക്ഷേ ഇത് ഒരു ചെറിയ സ്കെയിലിൽ ഈ അമ്പലം വന്ന് 2014 ഓപ്പൺ ആയിരുന്നു. പക്ഷേ ഇത്ര വലിയ ക്യാമ്പസ് ഇല്ലാതെ ഒരു ചെറിയ രീതിയിൽ അവരുണ്ടായിരുന്നു ആ ക്ഷേത്രം. പക്ഷേ ഇത് പലതും ആഡ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് എന്താണ് ബാബ്സ് എന്ന് നോക്കാം. ബാബ്സ് BAPS. ബാബ്സ് എന്ന് പറയുന്നത് സ്വാമിനാരായൺ സംസ്ഥ എന്നാണ് അവരുടെ ചെറിയൊരു ഷോർട്ട് ടേം ആയിട്ട് പറയുന്നത്. ഇത് ഫൗണ്ട് ചെയ്തിരിക്കുന്ന ശാസ്ത്രിജി മഹാരാജ് 1907 ഇവിടെ മെയിൻ ഗുരു എന്ന് പറയുന്നത് സ്വാമിനാരായണാണ്. സ്വാമിനാരായൺ എന്ന് പറഞ്ഞ ഗുരു ബോൺ ചെയ്തിരിക്കുന്നത് 1781 ഗുരു ഒരു ഹയസ്റ്റ് മാനിഫെസ്റ്റേഷൻ ഓഫ് പുരുഷോത്തം എന്നുള്ള രീതിയിൽ എത്തിയ ഒരു ഗുരുവാണ്. ഇത് മെയിൻലി ഇതൊരു ഗുജറാത്തി ഓർഗനൈസേഷൻ എന്ന് തന്നെ പറയാം. ബാബ്സ് എന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് അമ്പലങ്ങളും കാര്യങ്ങളും പലയിടത്തും ഉണ്ട്, ലോകത്തെല്ലായിടത്തും. അമേരിക്കയിൽ തന്നെ വേറെയും ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് അവർക്ക്. അപ്പോൾ നമുക്ക് ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ പർട്ടിക്കുലർ ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2015 വർക്ക് അവർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ വർക്കിന് $96 million കോസ്റ്റ് ആയിരിക്കുന്നത്. അതായത് അപ്രോക്സിമേറ്റ്ലി ഇപ്പോഴത്തെ വില അനുസരിച്ച് പറയുകയാണെങ്കിൽ 800 crores ഇന്ത്യൻ റുപ്പീസ് ആണ് ഈ അമ്പലത്തിന് ചിലവായത്. അപ്പം ഈ രൂപ വന്ന് ഇതിനുള്ള രൂപ ഫൗണ്ട് ചെയ്തിരിക്കുന്ന ഡൊണേഷൻസ് വഴിയാണ്. അതായത് അവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരുപാട് വോളണ്ടിയേഴ്സ് ഇതിനു വേണ്ടി ഇറങ്ങി അവരുണ്ടാക്കിയ ഇതാണ്. ഈ വോളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ മിക്കവാറും ബാബ്സിൻ്റെ തന്നെ മെമ്പേഴ്സ് ആയിരിക്കും. അവർ ശേഖരിച്ച രൂപ കൊണ്ടാണ് ഈ കെട്ടിടം പണിതിരിക്കുന്നത്. അപ്പം ഈ അമ്പലം എന്ന് പറയുന്നത് നമ്മുടെ അമേരിക്കയിൽ ഏറ്റവും വലിയ US ടെമ്പിളാണ്, ഏറ്റവും ലാർജസ്റ്റ് US ടെമ്പിളാണ്. പിന്നെ ഈ വേൾഡിൽ സെക്കൻഡ് ലാർജസ്റ്റ് ടെമ്പിളാണ്. അപ്പം അറിയാലോ ഇപ്പോൾ എത്ര വലിയ സ്കെയിലാണെന്നുള്ളത്. ഇത് പണിതിരിക്കുന്നത് 213 feet എബോവ് ഗ്രൗണ്ട് ആണ്. ഓൾമോസ്റ്റ് 185 ഏക്കറിന് മുകളിലുണ്ട് ലാൻഡ്. അപ്പോൾ ഫസ്റ്റ് ലാർജസ്റ്റ് ടെമ്പിൾ എന്ന് പറയുന്നത് കംബോഡിയയിലെ ആങ്കോർ വാട്ടാണ്. അത് കഴിഞ്ഞ ഇത് സെക്കൻഡ്. തേർഡ് എന്ന് പറയുന്നത് നമ്മുടെ തൃച്ചി തമിഴ്നാട്ടിലുള്ള ശ്രീ രംഗനാഥ സ്വാമി ടെമ്പിളാണ്. നമുക്ക് സൈസ് പറയാൻ വേണ്ടി കമ്പാരിസൺ വേണ്ടി പറഞ്ഞതാണ്. ഇവിടെയാണെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് ഈ ടെമ്പിളിൽ, മാർബിളിൽ. അത് മഹാഭാരതത്തിലുള്ള സ്റ്റോറീസും പിന്നെ അങ്ങനെയുള്ള പല കാര്യങ്ങളും അതൊക്കെ വന്ന്, പിന്നെ സീലിങ്സിലൊക്കെ വലിയ വർക്ക്. പിന്നെ ഒരു ക്ഷേത്രക്കുളമുണ്ട്, വലിയൊരു കുളമുണ്ട്. അവിടെ ഇറങ്ങാനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല, പക്ഷേ അവിടെ വലിയൊരു കുളമുണ്ട്. കൺസ്ട്രക്ഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പോയപ്പം കാണാം, പിന്നെയും കൺസ്ട്രക്ഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ആ കോവിലിൻ്റെ എൻട്രൻസ് തൊട്ട് മുമ്പായിട്ട് വലിയൊരു സ്റ്റാച്യു ഉണ്ട്. ഈ സ്വാമിനാരായണൻ ഗുരുവിൻ്റെ കുട്ടിയായിരുന്ന ആ ഒരു പോസ്റ്റിൽ വലിയൊരു സ്റ്റാച്യു അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെയാണെങ്കിൽ കയറി വരുമ്പം കാണാം അവിടെ ഒരു വെൽക്കം സെൻറ്റർ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ 2 ഡിഫറെൻറ്റ് മന്ദിർസ് ഉണ്ട്. രണ്ട് ഡിഫറെൻ്റ് ആയിട്ട് മന്ദിരമുണ്ട്. അതിൽ ഒരു മന്ദിരം എന്ന് പറയുന്നത് കൂടുതലും സ്വാമിനാരായണ ഗുരുവിനെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. സ്വാമിനാരായണ ഗുരുവാണ് സെൻറ്ററിലിരിക്കുന്ന രീതിയിൽ വലിയൊരു ഒരു മന്ദിരമാണ്. നമ്മുടെ ഹിന്ദു ദൈവങ്ങളുണ്ട്, പക്ഷെ മെയിനായിട്ടുള്ളത് ഫോക്കസ് സ്വാമിനാരായണ ഗുരുവിനാണ്. മറ്റേ മന്ദിരനാണെങ്കിൽ കൂടുതലും ഹിന്ദു ദൈവങ്ങൾക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. എന്നാലും അവരുടെ ബാബ്സിലുള്ള ഗുരുക്കന്മാരുണ്ട്. അവിടെയൊക്കെ സ്റ്റാച്യൂസൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ ഹിന്ദു ദൈവങ്ങൾ, വിഷ്ണു, ശിവ, അവരുടെ ഫാമിലി, അങ്ങനെയുള്ള ദൈവങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ ഈ വെൽക്കം സെൻറ്ററിൽ ആദ്യം വരുമ്പം കാണാം
അവിടെയാണെങ്കിൽ ഇവിടെ വോളണ്ടിയേഴ്സ് ഒത്തിരി പേരുണ്ട്. അവർ ലീഫ്ലെറ്റ് ഒക്കെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. എവിടെയാണ് കാണേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങൾ ലീഫ്ലെറ്റ് ഒക്കെ അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഒരു മൂവി തിയേറ്റർ ഉണ്ട്. മൂവി തിയേറ്ററിൽ എനിക്ക് ടൈമിംഗ് അറിയത്തില്ല, അത് എപ്പോഴും വന്ന് സെയിം മൂവി റൺ ചെയ്തുകൊണ്ടിരിക്കുക. ആ മൂവി എന്ന് പറയുന്നത് ഈ അമ്പലത്തിനെ കുറിച്ചും ഈ ബാബ്സ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ചെറിയൊരു ഹിസ്റ്ററി തരുന്ന ഒരു മൂവി അവർ കാണിക്കും. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വന്ന് ഈ അമ്പലങ്ങളും ഈ ബാക്കിയുള്ള അകത്ത് ഉള്ള ഓരോ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഗ്രൂപ്പ് ടൂർസ് വേണമെങ്കിൽ അതും പ്രൊവൈഡ് ചെയ്യും. എല്ലാവരും അവിടെ വെൽക്കമാണ്. അവിടെ പ്രത്യേകിച്ച് ഹിന്ദുക്കൾ മാത്രമല്ല, എല്ലാവരും അവിടെ വരുന്നുണ്ട്. ഐ മീൻ ഈവൻ നമ്മുടെ അമേരിക്കയിൽ തന്നെ ബാക്കിയുള്ള ചൈനീസ് എന്നുള്ള രീതി, ചൈനീസ് അമേരിക്കൻസ് എന്നുള്ള രീതിയിൽ അങ്ങനെ ആർക്ക് വേണമെങ്കിലും അമ്പലത്തിൽ വെൽക്കമാണ്. നമുക്ക് ഈ മന്ദിരമൊക്കെ കണ്ടു കഴിയുകയാണെങ്കിൽ പിന്നെ അവിടെ ഒരു വലിയൊരു കാഫറ്റീരിയ ഉണ്ട്. അവിടെയാണെങ്കിൽ ഗുജറാത്തി രീതിയിലാണ് കൂടുതലുള്ള ആ ഫുഡും പിന്നെ ബാക്കിയുള്ള അമേരിക്കൻ രീതിയിലുള്ള ഫുഡും ഒക്കെ കിട്ടും. വെജിറ്റേറിയൻ ഫുഡ് കിട്ടുന്ന വലിയൊരു കാഫറ്റീരിയ ഉണ്ട്. പിന്നെ നമുക്കാണെങ്കിൽ വേറൊരു സ്റ്റോറുണ്ട്, അവിടെ ഒരു സുവനിയർ സ്റ്റോറുണ്ട്. ആ സുവനിയർ സ്റ്റോറിൽ നമുക്കാണെങ്കിൽ എന്തെങ്കിലും ബുക്സ്, റിലീജിയസ് ബുക്സ്, അതുപോലെ ഈ മന്ദിരത്തെ കുറിച്ചുള്ള മോഡൽസ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും, ഈ ഗുരുവിനെ കുറിച്ചുള്ള ആ ബാബ്സ് ഗുരുക്കളുടെ കുറിച്ചുള്ള ആ ഒരു പല കാര്യങ്ങളും നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. പിന്നെ അതും പോരാഞ്ഞിട്ട് വലിയൊരു സ്നാക്സ് സ്റ്റോറുണ്ട്. ആ സ്നാക്സ് സ്റ്റോറിലാണെങ്കിൽ ഒരുപാട് സ്നാക്സും സ്വീറ്റ്സും അങ്ങനെ പല കാര്യങ്ങളും അവിടെ വിൽക്കുന്നുണ്ട്. ഓപ്പൺ ചെയ്തിരിക്കുന്നത് ട്യൂസ്ഡേ ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും ഇത് ഓപ്പൺ ആണ്. ഈ മന്ദിരം ഓപ്പൺ ആണ്. 9 to 7:30 PM ആണ് മന്ദിരം ഓപ്പൺ. പിന്നെ ലോട്ട് ഓഫ് കാർ പാർക്കിംഗ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. വീക്കെൻഡ്സ്, നാഷണൽ ഹോളിഡേയ്സ്, പിന്നെ ഹിന്ദു ഫെസ്റ്റിവലുള്ള ദിവസങ്ങൾ സൈഡിൽ പോയി നേരത്തെ നമ്മളവിടെ രജിസ്റ്റർ ചെയ്യണം. അപ്പം ഈ മന്ദിരത്തിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഈ മന്ദിരം എന്ന് പറയുന്നത് ആർക്കിടെക്ചറൽ രീതിയിൽ വളരെ പ്രസക്തി അർഹിക്കുന്ന ഒരു മന്ദിരമാണ്. വളരെ ഫാബുലസ് ആർക്കിടെക്ചറാണ്. കാണാൻ പറ്റുന്നവർ വന്ന് കാണുക. അപ്പം ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശരി, നെക്സ്റ്റ് എപ്പിസോഡ് കാണുന്നവരേക്കും